ഗൈസ് വെൽക്കം ടു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ BTC 90K കണ്ടിരുന്നെങ്കിൽ പോലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ആൾട്ടിലേക്കാണ് നമ്മളെപ്പോഴും ഇത് ലക്ഷ്യം എന്ന് പറയുന്നത്. എല്ലാവരും പറഞ്ഞു BTC 90K എത്തിയതുകൊണ്ട് നമുക്ക് ചിലപ്പോൾ സന്തോഷം ഉണ്ടാവില്ല. നമ്മുടെ സന്തോഷം എന്ന് പറയുന്നത് ആൾട്ട് കോയിൻ വളരെയധികം കയറിയാൽ മാത്രമേ സന്തോഷം ഉണ്ടാവും. അപ്പോൾ ഈ അടുത്ത് ഞാൻ കണ്ട ട്രെൻഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡോജ് കോയിൻ വീഡിയോ അത്യാവശ്യം നമുക്ക് എല്ലാവർക്കും ഒരു സന്തോഷം നൽകിയൊരു കാര്യമാണ്. കാരണം അത്യാവശ്യം ഏകദേശം ഒരു 35 രൂപയോളം ഡോജ് കോയിൻ കയറി എന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് ഡോളർ റേഞ്ചാണ് ശരിക്കും കറക്റ്റ് കിട്ടുക. 0.43 വരെ കയറി. ഞാൻ ഡോളർ റേഞ്ചാണ് കൂടുതൽ സംസാരിച്ചത്. അപ്പോൾ ഉള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ കുറേ ആൾക്കാർക്ക് വീണ്ടും മാർക്കറ്റിലേക്ക് പുതുതായി വന്നവരുണ്ട്. പുതുതായി വന്നതെന്ന് പറഞ്ഞാൽ ഡോജിൻ്റെ ന്യൂസ്, ഡോജിൻ്റെ ഹൈക്ക്, സുഹൃത്തുക്കൾ ഡോജിൽ നല്ല പ്രോഫിറ്റ് എടുത്തു, ഷിബിൽ പ്രോഫിറ്റ് എടുക്കുന്നു, ഡോജ് ബൈ ചെയ്യാൻ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ഫ്രണ്ട്സിന് ബൈ ചെയ്യണമെന്നുണ്ട്, ഷിബ് ബൈ ചെയ്താലോ എന്നുള്ള ചോദ്യങ്ങളാണ് ഇന്ന് കൂടുതൽ. നമ്മളിത് മുമ്പ് തന്നെ സംസാരിച്ചതാണ്. കാരണം പോസ്റ്റ് ഹാൾവിങ് റീ അക്യുമുലേഷൻ പീരീഡിൽ ഇപ്പോൾ ആരും ഉണ്ടാവില്ല. പക്ഷെ മാർക്കറ്റ് ഒന്ന് റെഡി ആയി കഴിഞ്ഞാൽ പുതിയ ആൾക്കാർ വരും. പക്ഷെ കറക്റ്റ് തന്നെ ചിലപ്പോൾ അവർക്ക് നമ്മൾ ഈ പറയുന്ന 8 മാസം കൊണ്ട് കാത്തിരുന്ന റിട്ടേൺസ് ആയിരിക്കും. ചിലപ്പോൾ അത്ര റിട്ടേൺസ് കിട്ടൂലെങ്കിൽ പോലും അതിൻ്റെ ഒരു ഹാഫ് റിട്ടേൺസ് ഈ കാലയളവിൽ അവർക്ക് കിട്ടും. അതുകൊണ്ട് അവർ വരുന്നത് ഒരിക്കലും തെറ്റാണെന്നുള്ളൊരു തെറ്റിദ്ധാരണ ഉണ്ടാവാനേ പാടില്ല. അവർ നിങ്ങൾ സുഹൃത്ത് പറയുന്നു എനിക്ക് ഡോജ് കോയിൻ വാങ്ങണം, ഇപ്പം എൻ്റെ അടുത്ത് വന്ന് മെസ്സേജ് അയക്കുമ്പോൾ ഇപ്പം തന്നെ 0.43 ആയില്ലേ, സാൻ്റെ എയിം ചെയ്യുന്ന ലക്ഷ്യം എന്താണ്, നമ്മൾ എപ്പോഴാണ് ഇനി ബൈ ചെയ്യേണ്ടത്, ഇപ്പം ബൈ ചെയ്താൽ പിന്നെ പണ്ട് ബൈ ചെയ്ത പോലെ കുറേ ആൾക്കാർ പറഞ്ഞിരുന്നു ഹൈക്കിൽ ബൈ ചെയ്യരുത്, അപ്പോൾ ഡോജ് കോയിൻ ഇനിയിപ്പോൾ കുറയോ, അതായത് പണ്ടത്തെ റേഞ്ചിലേക്ക് എത്തുമോ, അതുവരെ വെയിറ്റ് ചെയ്യണം എന്നുള്ള ചോദ്യങ്ങളാണ് നമ്മൾ പുതിയ വരുന്നവർക്കും പ്രത്യേകം പഴയുള്ളവർക്കും തോന്നുന്നുണ്ട്. ഒന്ന് ആഡ് ചെയ്യണമല്ലോ, ആഡ് ചെയ്ത് കൊണ്ടുപോയി ആവറേജ് വാല്യൂ ഹൈയിലെത്തിക്കഴിഞ്ഞാൽ പ്രോഫിറ്റ് റേഷ്യോ കുറയോ, ഇങ്ങനെയുള്ള ചിന്തകളാണ് അധികം എല്ലാവർക്കും. അതുകൊണ്ട് ആഡ് ചെയ്യാനും കുറേ ആൾക്കാർക്ക് മടിയുണ്ട്. ചില ആൾക്കാർ 0.09 വളരെ ചെറിയ റേറ്റിൽ എടുത്തവർ പിന്നെ ആഡ് ചെയ്യുന്നേ ഇല്ല. കാരണം എന്താ, അവർ ആഡ് ചെയ്യുമ്പോൾ ആവറേജ് റേഷ്യോ വളരെ കൂടുകയും പിന്നെ എന്തെങ്കിലും കറക്ഷൻ വന്നാൽ പ്രോഫിറ്റ് കുറയോ ചെയ്യുമോ എന്നുള്ള ഇത്തരം ഡൗട്ടുകളാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പ്രശ്നത്തിലെത്തിക്കുന്നത്. അപ്പോൾ നമ്മൾ കെയർ ചെയ്യുന്ന ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എവിടുന്ന് ഡോജ് ആഡ് ചെയ്യാം, എന്താണ് ഇപ്പോൾ ഡോജ് 0.43 ഒരു റിജക്ഷൻ വരാനുള്ള കാരണം, എന്തുകൊണ്ടാണ് 0.36 നിൽക്കുന്നത് ചിന്തിച്ചാൽ 2021 ഇതുപോലൊരു ഗ്രോത്ത് ഡോജിന് ഉണ്ടാവുകയും 0.43 അല്ലെങ്കിൽ ആ ഒരു 0.36 0.4 എന്ന് പറയുന്ന ഇപ്പോഴുള്ള ഏരിയയിൽ ചിലപ്പോൾ പുതുതായി വരുന്നവർക്ക് ഡോളർ റേഷ്യോ മനസ്സിലാകുന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ അതൊരു ശീലമാക്കി കൊണ്ടുപോകുക. ഡോജിൻ്റെ ഈ ഇന്ത്യൻ റുപ്പിയിൽ പറയാതെ തന്നെ ഡോജിന് എപ്പോഴും 0.4 അല്ലെങ്കിൽ ഡോളർ റേഷ്യോയിൽ തന്നെ കാൽക്കുലേറ്റ് ചെയ്തത്. കാരണം നമ്മൾ ബൈ ചെയ്യുന്നത് ഇപ്പം വാസറക്സ് ഒന്നും സജീവമല്ലല്ലോ, ബൈ ചെയ്യുന്നതിൽ നമ്മൾ ഡോളർ ആയതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. മാത്രമല്ല നമ്മൾ എയിമുകളും നമുക്ക് ഡോളർ വൈസ് ചിന്തിക്കാനും പറ്റും. ആ ഒരു ശീലമാക്കി കൊണ്ടുവരാം. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ 0.43 ഇപ്പോൾ ഒരു 0.36 വന്നല്ലോ, കുറച്ച് ആൾക്കാർ ചിലപ്പോൾ 0.4 വാങ്ങിയിട്ടുണ്ടാവും. എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്നുള്ള ചോദ്യം. ഞാൻ പറയാം 2021 ഈ ഒരു ഏരിയയിൽ 0.4 ഈ പറയുന്ന 36 ഇടയിൽ നിന്ന് റിജക്ഷൻ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അന്നും ഇതേ റിജക്ഷൻ ഉണ്ടായപ്പോൾ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, ഏതുവരെ നമുക്ക് ഇനി ഒരു ഓപ്പർച്യൂണിറ്റി മാക്സിമം കിട്ടാമെന്ന് പറഞ്ഞാൽ 0.36 ഇപ്പോൾ 0.43 റിജക്ഷൻ വന്നുകൊണ്ട് ഒരു ഓപ്ഷൻസ് 0.36 റേഞ്ചിലാണ്. പിന്നെയുള്ളത് 0.2730 റേഞ്ചിൽ ഒരു റിജക്ഷൻ വന്നാൽ നമുക്ക് സാധ്യതയുണ്ട്. ഫൈനലായിട്ട് 0.20. പക്ഷെ അത് നമ്മൾ അത്ര വരെ ഡൗണിലോട്ട് പോയി റീബൈ എടുക്കുക, ലാസ്റ്റ് ഒന്നും ഇല്ലാണ്ട് ഇരിക്കരുത്. അത് കിട്ടിയ പെട്ടെന്ന് തന്നെ ഫണ്ട് അറേഞ്ച് ചെയ്യുക, ആ സെറ്റപ്പിലേക്ക് മാറുക, അങ്ങനെയുള്ള അല്ലെ എയും അതിലേക്ക് വെക്കരുത്. ഈ 0.30 0.27 റേഷ്യോ മേ ബി കിട്ടും. ഇത് എപ്പോഴാണ് സംഭവിക്കുക, ഈ 0.36 എന്ന് പറഞ്ഞാൽ ഇപ്പോഴുള്ള റേഞ്ചില്ലേ അവിടെ സപ്പോർട്ട് പിടിക്കാതിരിക്കുകയോ അവിടുന്ന് റിജക്ഷൻ വന്നാലേ ഇത് സംഭവിക്കൂ. ഇനി ഇവിടുന്ന് തന്നെ സപ്പോർട്ട് പിടിക്കുകയാണെങ്കിൽ ഡോജിനെ സംബന്ധിച്ചിടത്തോളം ലെങ്ത്ത് മാറിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങളോട് പറയുന്നത് എൻ്റെ ലക്ഷ്യം എത്രയാണെന്ന് വെച്ചാൽ എൻ്റെ പേഴ്സണൽ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ 10x എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ നമ്മുടെ ടെലഗ്രാം കമ്മ്യൂണിറ്റിയിൽ ഒരു 20 കോയിൻസ് ഇട്ടിരുന്നു. അതിൽ സോള് മാത്രമാണ് ഇപ്പോൾ 10x എന്ന് പറഞ്ഞാൽ ഇട്ടതിന് ശേഷം 10 ഇരട്ടി കയറിയ ഒരു കോയിൻ. ഡോജ് ഞാൻ ഇട്ടതിന് ശേഷം 6 ഇരട്ടി കയറിയിട്ടുണ്ട്. അതായത് 6x ആയിരുന്നു 0.43, 6x അല്ല 5x ആയിരുന്നു നമ്മുടെ കയറ്റുണ്ടായത്. ഇപ്പോഴത്തെ കണക്കിൽ ഡോജ് എൻ്റെ കോൺസെപ്റ്റിൽ 5 ഇരട്ടി ആയിട്ടില്ല. അതായത് എൻ്റെ കോൺസെപ്റ്റിൽ 10 ഇരട്ടി ആവേണ്ടതാണ്. അതായത് ഒരു 0.9 ആവേണ്ടതാണ് എൻ്റെ പേഴ്സണൽ വിലയിരുത്തലിൽ ഡോജ് കോയിൻ. 0.9 നിന്ന് നമുക്ക് 1% കുറക്കാം, ഒരു 0.8 ആവേണ്ടതാണ്. ഇനി 0.8 മാത്രമാണോ ആവുക? ഒരിക്കലുമല്ല. ചില ആൾക്കാരുടെ കോൺസെപ്റ്റിൽ $1 ബ്രേക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. എന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം 2021 ബുൾ മാർക്കറ്റിൽ നമ്മൾ സജീവമായിട്ട് സംസാരിച്ചതാണ് ഡോജ് $1. ഡോജ് ഹോൾഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അപ്രാവശ്യം നല്ല രീതിയിൽ അവർ ട്രൈ ചെയ്തിരുന്നു. അപ്പോൾ അപ്രാവശ്യം നടക്കാതെ ഇപ്പോൾ ഇപ്രാവശ്യം ബിറ്റ് കോയിന് കഴിഞ്ഞ പ്രാവശ്യം 100K അടിക്കാൻ ശ്രമിച്ചിരുന്നു, പക്ഷേ അത് സംഭവിച്ചില്ല. ഇപ്രാവശ്യം ആ ഒരു എയിം അവർ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ ഡോജിനും $1 എന്ന് പറയുന്ന സൈക്കോളജിയിൽ മാർക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റും. അഥവാ അത് ബ്രേക്ക് ചെയ്താൽ വൻ ഹൈപ്പ് വരികയും
അങ്ങനെ ഒരു 1.3 or 4 കയറാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ പറ്റില്ല. പ്രൈസ് ഡിസ്കവറി മോഡ് എന്ന് പറയും. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം എൻ്റെ പേഴ്സണൽ എയിം എൻ്റെ 10x പൂർത്തീകരിക്കണമെങ്കിൽ 0.9 ആണ് എയിം. അതാണ് എൻ്റെ പേഴ്സണൽ ഞാൻ എൻ്റെ മെമ്പേഴ്സിനോട് പറഞ്ഞ എയിം. അവിടെ നിന്നാണ് ഞാൻ സെല് ചെയ്യാൻ പോകുന്നത്. ചിലപ്പോൾ എനിക്ക് എൻ്റെ പേഴ്സണൽ എൻ്റെ തെറ്റാം, ചിലപ്പോൾ ഇപ്പോൾ 6x റിട്ടേൺസ് ആണ്. പക്ഷേ നമ്മൾ അങ്ങനെ ഒരു കോൺഫിഡൻറ്റിൽ നമ്മൾ പോകുമ്പോൾ 0.9 വരെ എയിം ചെയ്യുന്നത്. പുതുതായി ബൈ ചെയ്യുന്നവർക്ക് പ്രത്യേകിച്ച് ആൾട്ടിലേക്ക് ഇനിയും റാലി വരാനുള്ളത് കൊണ്ടും ഈ ബുൾ മാർക്കറ്റ് മിനിമം അടുത്ത 2025 ജൂൺ വരെ പോകാൻ സാധ്യത കൂടുതലുള്ളത് കൊണ്ടും നമുക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാവാം. പ്രത്യേകിച്ച് ഈ പറയുന്ന റാലികളുടെ ഇടയിൽ നിന്ന് റീട്രേസുകൾ കണ്ടപ്പോൾ ബുൾ മാർക്കറ്റ് ബിയർ മാർക്കറ്റ് എന്ന് കരുതരുത്. BTC സംബന്ധിച്ചിടത്തോളം ഇനി കറണ്ട് ബുൾ മാർക്കറ്റ് നോക്കുമ്പോൾ ഇനിയും ഒരു 6 മാസം 7 മാസം ബുൾ മാർക്കറ്റ് കണ്ടിന്യൂ ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ 7 മാസം കണ്ടിന്യൂ ചെയ്യുമ്പോൾ പല കോയിൻസും ഇപ്പോഴും ബിയർ മാർക്കറ്റ് ലെവലിലാണ് ഉള്ളത് കൊണ്ട് തന്നെ അതിലേക്കൊക്കെ ഫണ്ട് വരേണ്ടതുണ്ട്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഡോച്ചിന് 0.9 ഈസി ആയിട്ട് ബ്രേക്ക് ചെയ്ത് പോകാവുന്നതാണ്. അതുകൊണ്ട് അതാണ് എൻ്റെ പേഴ്സണൽ എയിം. നിങ്ങൾ പുതുതായി വന്നവർ ചെയ്യാനുള്ളത് കാര്യം എന്ന് പറയുന്നത് ഈ 0.30 0.27 0.20 മാക്സിമം. പക്ഷെ അതെനിക്കറിയില്ല. കഴിഞ്ഞ പ്രാവശ്യം 2021 സെറ്റപ്പിലാണ് ഞാൻ പറയുന്നത്. ഇത് എപ്പോഴാണ് സംഭവിക്കുക? ഈ 0.36 എന്ന് പറയുന്ന പോയിന്റ് സപ്പോർട്ട് ബ്രേക്ക് ആയാൽ മാത്രമാണ് 0.30. ചിലപ്പോൾ ഈ ഏരിയയിൽ സപ്പോർട്ട് പിടിക്കുകയും അടുത്ത ലെഗപ്പിലേക്കുള്ള സാധ്യത കൂടുകയും ചെയ്യും. അതും ഒരു മനസ്സിലുണ്ട്. അപ്പം ഇപ്പോഴുള്ള ഏരിയയും നിങ്ങൾ ലേറ്റ് അല്ല എന്നാണ് ഞാൻ പറയുന്നത്. അതേ സമയത്ത് 0.30 0.27 നമുക്ക് കിട്ടാവുന്നതാണ്. ഓക്കെ, ബൈ.